ഒരു പ്രമേയം പാസ്സാക്കാണ് പുതിയ ഡാം കേരളം പണിയുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാ, അത് നടക്കില്ല എന്ന് ഈ രണ്ട് പ്രമേയങ്ങൾക്കും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചതിയുടെ മണമുണ്ട് എന്നുള്ളതാണ്. കാരണം ആളുകളെ അതിൽ കണക്കിലെടുത്തേയില്ല. ഇവിടെയും ആളുകളെ കണക്കിലെടുത്തിട്ടില്ല. ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോ അവരൊന്ന് മനസ്സിലാക്കണം, ഈ പ്രശ്നം എന്ന് പറയുന്നത് നിയമപരമായി നിയമത്തിന്റെ പിൻബലത്താലാണ് നിങ്ങളെ ഒഴിപ്പിക്കാനായി അല്ലെങ്കിൽ നാളെ എന്നെ ഒഴിപ്പിക്കാനായി അവരുടെ കയ്യില് അധികാരമുള്ളത്. ആ അധികാരം ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു മത കോടതിയിലാണ് നമ്മൾ പോകേണ്ടത്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ കോടതിയാണ്. കോടതി എന്ന് പറയുന്നില്ല എന്ന് മാത്രം. ഏത് മതക്കാർക്ക് പ്രശ്നം ഉണ്ടായാലും, മുസ്ലിം ആയാലും, അവർക്ക് ഇതിലുണ്ടാവുന്ന പ്രശ്നം തീർക്കണമെങ്കിൽ വഖഫ് ബോർഡിലാണ് പോകേണ്ടത്. ഇവിടെ സുപ്രീം കോടതിക്ക് പോലും അങ്ങനെ ഒരു അധികാരം ഇതിന്റെ പേരില്ല എന്നുള്ളത്. അവിടെയാണ് ചതികൾ നടന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തില് ആ ഒരു എഗ്രിമെന്റ് ഉണ്ടായത് 1895 സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് എത്രയോ മുമ്പ്. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം തമിഴ്നാട് ഒരുപാട് എഗ്രിമെന്റിനെതിരെ പ്രവർത്തിച്ചു. ഈ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം മാത്രമാണ് അവിടുന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവര് ഡാം കെട്ടി വൈദ്യുതി ഉത്പാദിപ്പിച്ചു. എന്നിട്ടും കേരളത്തിലെ രാഷ്ട്രീയക്കാരെ, ശ്രീ അച്യുതമേനോൻ കേരളം ഭരിക്കുമ്പോഴ് ആ പഴയ കരാറ്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കരാറ് നിയമലംഘനങ്ങളോടെ അത് പാസാക്കി. ഇത് തന്നെയാണ് ഇവരും ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ന ഐക്യദാർഢ്യം, പക്ഷെ ഒരു വിലയുമില്ല എന്നുള്ളത്. ആ ഐക്യദാർഢ്യത്തിന് ഒരു വിലയുമില്ല. കാരണം ഇത് ഒന്നുകിൽ നിയമസഭയിലെ നിയമം പാസ്സാക്കണം. ഇതിപ്പോ ഓൾ ഇന്ത്യ ലെവലിലായതുകൊണ്ട്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളതായതുകൊണ്ട് ഇത് പാർലമെന്റ് പാസ്സാക്കണം. അങ്ങനെ ചെയ്യാതെ വഖഫിന്റെ ചെയർമാൻ ടിവിയിലിരുന്ന് പറയും, ഞാൻ കേട്ടു, ഞങ്ങൾ ആരോടും കുടിപിടിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർക്ക് കാരണം കാണിക്കൽ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് ആലോചിച്ച് നോക്കി. ചില ആൾക്കാരോട് നിങ്ങളിവിടെ താമസിക്കുന്നതിന്റെ കാരണം കാണിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ആരും കുടിയൊഴിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ അതന്നെയാ പറയുന്നത്, ആരും കുടിയൊഴിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാ അവരെന്താ പറയാത്ത, ഞങ്ങൾ കുടിയൊഴിപ്പിക്കില്ല, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം ഇത് നിയമമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ആ നിയമത്തിൽ മാറ്റം വരുത്തി ഈ നിലയിൽ എത്തിച്ചത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ പറ്റൂ. നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ കേന്ദ്ര സർക്കാരിനോട് യോജിക്കണം. പല കാര്യങ്ങളിലും കേന്ദ്രം BJP ഭരിക്കുന്നു. അതുകൊണ്ട് എന്തോ ഒരു അകൽച്ച സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ മനസ്സിലായി. BJP പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രേമം നടിച്ച് സിറിയയിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ ബിഷപ്പുമാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി, ശരിയാണ്, ഞങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ന്യൂനപക്ഷത്തിന് കിട്ടുന്ന 1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 800 രൂപ ഒരു പ്രത്യേക മതവിഭാഗത്തിന്. ഇപ്പൊ നേരത്തെ സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ ഒരു തിരുമേനി. അപ്പൊ നമ്മളിവിടെ ഭരിച്ചിട്ട് എന്താ ഉണ്ടായേ? നമ്മളിവിടെ ക്രിസ്ത്യാനി ഇതിന്റെ കൂടെ ഇരുന്നിട്ട് എന്ത് നേടി? എന്തുകൊണ്ട് നമ്മുടെ നേതാക്കളൊന്നും ഇത് ശ്രദ്ധിച്ചില്ല? എന്തുകൊണ്ട് ഇവിടെ ക്രിസ്ത്യൻ മന്ത്രിമാർ വന്ന് അവർ ശ്രദ്ധിച്ചില്ല? വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തത് ആ പ്രത്യേക പാർട്ടി എത്ര വർഷമായിരുന്നു എന്ന് പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ അറിയാം. അപ്പൊ നമ്മളിവിടെ ഇരുന്ന് കഥയറിയാതെ ആട്ടം കാണുന്ന ആളുകളാണ്. ഞാൻ സമരം ചെയ്തതിന് എതിർത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീര്യം നശിപ്പിക്കാൻ പറയുന്നതല്ല. ഇതാണ് സത്യം. നമ്മളിവിടെ ഇരുന്ന് സമരം ചെയ്താൽ മാത്രം പോരാ. നിയമ നടപടികൾ സ്വീകരിച്ച് ഈ വഖഫിന് കിട്ടിയിട്ടുള്ള
ഈ അധികാരം സുപ്രീം കോടതിയെക്കാളും വലിയ അധികാരം പിൻവലിക്കണം. അതിനിന്ന് സാധ്യമായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന് മാറ്റം വരണമെങ്കിൽ ആ സർക്കാർ വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് പല പിതാക്കന്മാരും പറഞ്ഞു ഇതുവരെ കുത്തിയിരുന്നതിലല്ല നമ്മൾ മാറ്റം വരുത്തും എന്ന് വെറുതെ അല്ല പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ ആരുടെ ഭൂമി വേണമെങ്കിൽ ഇത് വഖഫായിട്ട് കിട്ടിയതാണ് എന്ന് പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളാരും കയ്യേറിയതല്ല. പണം കൊടുത്ത് വാങ്ങി പോക്കുവരവ് ചെയ്ത് ടാക്സ് അടിച്ച് തലമുറകളായി ഇങ്ങനെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ് നമ്മളിൽ നഷ്ടമാകുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ നിയമ നടപടിയിലേക്ക് കൂടി കടക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.